ഹലോ എവറി വൺ, എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വെൽക്കം. 10ാം ക്ലാസ്സുകാരുടെ തേർഡ് ചാപ്റ്ററിലെ ചെവി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്ലാസ് ആണിത്. നോക്കാം നമുക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെവിയുടെ സ്ട്രക്ചർ പഠിച്ചു. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ, ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാനുള്ളത് ഇതിൽ ബാഹ്യകർണത്തിന്റെ ഔട്ടർ ഇയറിന്റെ പാർട്ടായിട്ട് വരുന്ന പിന്ന, ഇയർ പിന്ന, ചെവിക്കുട എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ആ പാർട്ടിന്റെ ഫങ്ഷൻസ് ആണ് നോക്കാൻ വേണ്ടി പോണത്. ഡിറക്ട്സ് ദി സൗണ്ട് വേവ്സ് ഇൻ ടു ദി ഓഡിറ്ററി കനാൽ. നമുക്കറിയാം ആ ചെവി അല്ലേ, ആ ചെവിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓഡിറ്ററി കനാലിലേക്ക് നമ്മുടെ എന്താ പറയാ ഈ സൗണ്ട് വേവ്സിനൊക്കെ ആ ഭാഗത്തേക്ക് ഡിറക്റ്റ് ചെയ്യുന്നത്, നയിക്കുന്നത് ആരാണ്? നമ്മുടെ ഇയർ പിന്നെയാണ്. അപ്പൊ ഇയർ പിന്നെയാണ് ഫസ്റ്റ് സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്യുക. സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്തിട്ട് ആ സൗണ്ട് വേവ്സിനെയൊക്കെ അടുത്ത പാർട്ടായിട്ടുള്ള ഓഡിറ്ററി കനാൽ അഥവാ കർണനാളത്തിലേക്ക് ഡിറക്റ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇയർ പിന്നെയാണ്. ഓൾസോ ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദി ഡയറക്ഷൻ ഫ്രം വിച്ച് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഏത് ഭാഗത്ത് നിന്നാണ് ശബ്ദം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതും നമ്മുടെ ഇയർ പിന്നെയാണ്. രണ്ടാം ഫംഗ്ഷൻ ആണ് കേട്ടോ, പഠിച്ചു വെക്കണേ. രണ്ട് ഫംഗ്ഷനായി. തേർഡ് ഫംഗ്ഷൻ പ്രൊട്ടക്ട്സ് ദി ഓഡിറ്ററി കനാൽ ടു സം എക്സ്റ്റെന്റ് ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്. അല്ലെ, ഈ ഓഡിറ്ററി കനാലിലേക്ക് വരുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇയർ പിന്ന പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇയർ പിന്നയുടെ ചെവിക്കുടയുടെ 3 ഫങ്ഷൻസ്. പഠിച്ചു വെക്കണം. ഡിറക്ട് സൗണ്ട് വേവ്സ്, പിന്നെ ഐഡന്റിഫൈ ഡിറക്ഷൻ, പിന്നെ പ്രൊട്ടക്ട്സ് ഓഡിറ്ററി കനാൽ. ഓക്കെ, ദെൻ വാട്ട് ആർ ദി പെക്യുലാരിറ്റീസ് ഓഫ് ഓഡിറ്ററി കനാൽ? നമ്മുടെ ഓഡിറ്ററി കനാലിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇപ്പൊ ഓഡിറ്ററി കനാൽ എന്ന് പറയുമ്പോൾ ഇയർ കനാൽ, കർണനാൾ എന്ന് പറയുന്നത്, അതിനകത്ത് ഒരുപാട് സ്മോൾ ഹെയർസ് കാണപ്പെടുന്നത്. അതൊക്കെ ഹെയർ ഇൻസൈഡ് ദി ഓഡിറ്ററി കനാൽ, ഓൾസോ ദി ഇയർ വാക്സ്, ഓൾസോ സെബം സെക്രീറ്റഡ് ബൈ ദി ഗ്ലാൻസ് ഹെൽപ്പ് ടു പ്രിവെന്റ് ഡസ്റ്റ് ആൻഡ് ജേംസ്. അല്ലെ, അതായത് ഈ ഓഡിറ്ററി കനാലിനകത്ത് ധാരാളം സ്മോൾ ഹെയർസ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇയർ വാക്സ്, കർണമെഴുക് കാണപ്പെടുന്നുണ്ട്. സെബം ഒരു ഓയിലി ടെക്സ്ചർ ഉള്ള ഒരു വസ്തുവാണ് സെബം. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി സെബേഷ്യസ് ഗ്ലാൻഡ്. സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സെബം, അതുപോലെ തന്നെ കർണമെഴുക്, ഇയർ വാക്സ്, ധാരാളം സ്മോൾ ഹെയർസ്, ഇതെല്ലാം ഇവിടെ കാണപ്പെടുന്നുണ്ട്, ഓഡിറ്ററി കനാലിൽ കാണപ്പെടുന്നുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഡസ്റ്റും ജേംസ് ഒക്കെ ചെവിക്കകത്തേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ നോക്കുന്ന ആരാണ്? ഓഡിറ്ററി കനാലാണ്. പിന്നെ കണ്ണ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു കണ്ണിലെ കണ്ണുനീര്. അല്ലെ, കണ്ണിലെ കണ്ണുനീരിനെ പോലെ തന്നെയാണ് ഇയർ വാക്സ് ഓൾസോ ഹാസ് ഡിസ്ഇൻഫെക്റ്റന്റ് പ്രോപ്പർട്ടീസ്. അല്ലെ, രോഗാണുക്കളെ നശിപ്പിക്കാൻ ഒരു പരിധി വരെ ആർക്ക് കഴിയുന്നുണ്ട്? ഇയർ വാക്സിന് അഥവാ നമ്മുടെ കർണമെഴുകിന് സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. എന്തൊക്കെയാണ് പെക്യുലാരിറ്റീസ് ഓഫ് ഓഡിറ്ററി കനാൽ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇറ്റ് ഡയറക്റ്റ് സൗണ്ട് വേവ്സ് ടു ടിംപാനം ആൻഡ് പ്രൊട്ടക്ട്സ് ദി ടിംപാനം ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്. അതായത് ആദ്യം പിന്നെ ഓഡിറ്ററി കനാൽ, പിന്നെ ടിംപാനം. അപ്പൊ ഇയർ പിന്നെ എന്ത് ചെയ്യുന്നു? ഓഡിറ്ററി കനാലിനകത്തേക്ക് സൗണ്ട് വേവ്സിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓഡിറ്ററി കനാൽ എന്ത് ചെയ്യുന്നു? അത് ടിംപാനത്തിലേക്ക് സൗണ്ട് വേവ്സിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ടാണ് മനസ്സിലാക്കി വെക്കണം. അതായത് ഡയറക്റ്റ് സൗണ്ട് വേവ്സ് ടു ടിംപാനം, ടിംപാനത്തിനകത്തേക്ക് എന്ത് ചെയ്യുന്നു? കർണപടത്തിലേക്ക് ശബ്ദ തരംഗങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓഡിറ്ററി കനാലിന്റെ സ്പെഷ്യാലിറ്റിയും പഠിച്ചു വെക്കണം. ഓഡിറ്ററി കനാലിന്റെ സ്പെഷ്യാലിറ്റി പഠിച്ചു വെക്കണം. ഇയർ വാക്സ്, കർണമെഴുക്, സെബം, അതുപോലെ തന്നെ സ്മോൾ ഹെയർസ്, ചെറിയ രോമങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇതെല്ലാം പഠിച്ചു വെക്കുക കേട്ടോ. ഇവിടെ ഒരു പോയിന്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ടിംപാനം അഥവാ ഇയർ ഡ്രം, കർണപടം. ടിംപാനം അഥവാ കർണപടത്തിന് 9 to 10 millimeter ഡയമീറ്റർ ആകുള്ളൂ. പിന്നെ 0.1 millimeter തിക്നെസ്. ഇതിന്റെ ഒരു വലുപ്പവും കട്ടി നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. വളരെ തിന്നായിട്ടുള്ള ഒരു പാട പോലെ സാധനമാണ് എന്ത്? ടിംപാനം അഥവാ ഇയർ ഡ്രം അഥവാ കർണപടം എന്ന് പറയും. ഇപ്പൊ ഏതൊക്കെ പാർട്സ് പഠിച്ചു? ഔട്ടർ ഇയറിന്റെ 3 പാർട്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇയർ പിന്ന, ദെൻ ഓഡിറ്ററി കനാൽ, ദെൻ ടിംപാനം, ചെവിക്കുട, കർണനാളം, കർണപടം, ഈ 3 പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നോക്കാനുള്ളത് ഇൻ ദി മിഡിൽ ഇയർ. നമുക്ക് അടുത്ത മിഡിൽ ഇയറിലേക്ക് കടക്കാം. മിഡിൽ ഇയറിനകത്ത് കാണപ്പെടുന്ന 6 ബോൺസ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3+3, ഒരു ചെവിയിൽ 3, മറ്റൊരു 3+3 6 ബോൺസ് കാണപ്പെടുന്നുണ്ട്. 6 ബോൺസ് കാണപ്പെടുന്നുണ്ട്. ആ 6 ബോൺസിനെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇയർ ഓസിക്കിൾസ്. ഓക്കെ, അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ടിംപാനത്തിനോട് അറ്റാച്ച്, കാരണം ടിംപാനമാണ് ഓർഡർ പറയുന്നുണ്ടെങ്കിൽ ഇയർ പിന്ന, ഓഡിറ്ററി കനാൽ, ടിംപാനം, പിന്നെയാണ് ഇയർ ഓസിക്കിൾസ് വരുന്നത്. ഇത്ര ഭാഗം എക്സ്റ്റേണൽ ഇയർ ആണ്, ഔട്ടർ ഇയർ ആണ്.
ഇത് മിഡിൽ ഇയർ ആണ്. മിഡിൽ ഇയറിലുള്ളത് ഇയർ ഓസിക്കിൾസ് ആണ്. അപ്പൊ ഇയർ ഓസിക്കിൾസ് അറ്റാച്ച്മെന്റ് ആയിട്ടുണ്ടായിരിക്കും? ടിംബാനുമായിട്ട് നമ്മൾ കർണപടവുമായിട്ട് അറ്റാച്ച്മെന്റ് ആർക്കുണ്ടായിരിക്കും? ഇയർ ഓസിക്കിൾസിന് ഉണ്ടായിരിക്കും. ഇയർ ഓസിക്കിൾസിന്റെ മലയാളം ടേമാണ് അസ്ഥി ശൃംഖല. അപ്പൊ ഒരുപാട് അസ്ഥികൾ തമ്മിൽ കൂടി ചേർന്നിട്ടുള്ള ഒരു ശൃംഖല ആണ് എന്ത്? ഇയർ ഓസിക്കിൾസ് അസ്ഥി ശൃംഖല. നോക്കിയാൽ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ടിംബാനം അഥവാ ഇയർ ഡ്രം. ആ ഇയർ ഡ്രമ്മിനോട് ചാരിയാണ് ചേർന്ന് നിൽക്കുന്ന പാർട്സ് ആണ് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ് ഇത് മൂന്നുമാണ് നമ്മുടെ ഇയർ ഓസിക്കിൾസ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ഇയർ ഓസിക്കിൾസ്? മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇയർ ഓസിക്കിൾസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അവിടെ എക്സ്ട്രാ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു യൂസ്റ്റേഷ്യൻ കനാൽ. നമ്മൾ കഴിഞ്ഞ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു യൂസ്റ്റേഷ്യൻ കനാല്. അത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ മിഡിൽ ഇയറിനെ നമ്മുടെ ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് യൂസ്റ്റേഷ്യൻ കനാൽ. ഇവിടെ കൊടുത്തിട്ടുണ്ട് യൂസ്റ്റേഷ്യൻ കനാൽ. യൂസ്റ്റേഷ്യൻ കനാൽ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയാറുണ്ട്. ഇറ്റ് ഇസ് എ ലോങ് ട്യൂബ് 4 cm long that connects the middle ear to the pharynx. നമ്മുടെ മിഡിൽ ഇയറിനെ ഫാരിങ്സുമായിട്ട്, ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെയും റെസ്പിറേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും ഫാരിങ്സ് അല്ലെ, ഫാരിങ്സുമായിട്ട് ഗ്രസനിയുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് നമ്മുടെ യൂസ്റ്റേഷ്യൻ കനാൽ എന്ന് പറയും. ഓക്കെ, നോർമൽ എന്ത് ചെയ്യാറുണ്ട്? അത് ക്ലോസ്ഡ് ആയിരിക്കും. ബട്ട് ഇറ്റ് ഓപ്പൺസ് ഡ്യൂറിങ് ച്യൂവിങ്, ബ്ലോയിങ് ദി നോസ് എക്സ്ട്രാ. നമ്മളിപ്പോൾ ഇങ്ങനെ മൂക്ക് ചീറ്റാറല്ലോ അല്ലേ, അപ്പോൾ അങ്ങനെ ബ്ലോ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ച്യൂയിങ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ഓപ്പൺ ആവാറുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ബാലൻസ് ദി പ്രഷർ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ടിംബാനം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെക്കണം. യൂസ്റ്റേഷ്യൻ കനാൽ ഹെൽപ്സ് ഇൻ ദി ബാലൻസിങ് പ്രഷർ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ടിംബാനം. ടിംബാനത്തിന് രണ്ട് സൈഡ്സിലെയും പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ, മർദ്ദം ക്രമീകരിക്കാൻ, കർണപടത്തിന്റെ ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പാർട്ടാണ് നമ്മുടെ യൂസ്റ്റേഷ്യൻ കനാൽ. It also facilitates the flow of mucus and fluids from the middle ear to the pharynx. നമ്മൾ മ്യൂക്കസും അതുപോലെ തന്നെ ഫ്ലൂയിഡ്സും ഒക്കെ മിഡിൽ ഇയറിൽ നിന്ന് ഫാരിങ്സിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന പാർട്ടും ആ ഒരു കനാൽ തന്നെയാണ്, ട്യൂബ് തന്നെയാണത്. ആ ട്യൂബാണ്, കനാലാണ് നമ്മുടെ യൂസ്റ്റേഷ്യൻ കനാൽ. ഇതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ യൂസ്റ്റേഷ്യൻ കനാൽ എന്നാൽ എന്തല്ലേ? വാട്ട് ഇസ് യൂസ്റ്റേഷ്യൻ കനാൽ? യൂസ്റ്റേഷ്യൻ കനാൽ ഇസ് എ ലോങ് കനാൽ or long tube that connects the middle ear to the pharynx. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റിന്റെ ഫംഗ്ഷൻ ആണ് ബാലൻസിങ് ദി പ്രഷർ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ടിംബാനം, ഓൾസോ ഫ്ലോ ഓഫ് മ്യൂക്കസ് ഓർ ഫ്ലൂയിഡ്സ് ഫ്രം മിഡിൽ ഇയർ ടു ദി ഫാരിങ്സ്. ഈ 3 പോയിന്റ് എന്തെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഇവിടെ ഒരു സൈഡ് ബോക്സ് ഉണ്ട്. ദി ടിംബാനം വൈബ്രേറ്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി സൗണ്ട് വേവ്സ്. അതായത് ടിംബാനം, നമ്മുടെ ടിംബാനത്തിന്റെ വേറെ നെയിമാണ് ഇയർ ഡ്രം എന്ന് പറയും. അപ്പൊ ഈ ഇയർ ഡ്രം നമ്മൾ കേൾക്കുന്ന ശബ്ദമൊക്കെ ഇയർ പിന്നെ വഴി ഓഡിറ്ററി കനാൽ വഴി ഇയർ ഡ്രമ്മിൽ വന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻസ് എന്ത് ചെയ്യും? തൊട്ടടുത്ത പാർട്ടായിട്ടുള്ള ദീസ് വൈബ്രേഷൻസ് മേക്ക് ബോൺസ് ഇൻ ഇയർ ഓസിക്കിൾസ് വൈബ്രേറ്റ് ആസ് വെൽ. ഈ ഒരു വൈബ്രേഷൻസ് ആണ് അവിടെ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇയർ പിന്നെ കൊണ്ടുവരുന്ന ഇയർ കനാലിലൂടെ പാസ് ചെയ്യുന്ന ആ വൈബ്രേഷൻസ് ഇയർ ഡ്രമ്മിൽ വന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻസ് എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത പാർട്ടായിട്ടുള്ള ഇയർ ഓസിക്കിൾസിനെയും വൈബ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വൈബ്രേഷൻസ് ആണ് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ പോകുന്നു അല്ലെ, അത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നോക്കാനുള്ളത് നമ്മുടെ ഇന്നർ ഇയർ ആണ്. ഇന്നർ ഇയറിന്റെ ടേംസ് ഒന്ന് പഠിച്ചു വെക്കാം. ഇന്നർ ഇയറിന്റെ ടേംസ് ആണ്, കുറേ പാർട്സ് ആണ്, ടെൻഷൻ ആവണ്ട. ഇന്നർ ഇയർ നമ്മുടെ ആന്തരകർണം. നമുക്കറിയാം ചെവി എന്ന് പറയുന്നത് നമുക്ക് ഒരേ സമയം കേൾക്കാനും അതുപോലെ തന്നെ ബോഡി ബാലൻസിനും സഹായിക്കുന്ന ഒരു പാർട്ടാണ് ചെവി. അപ്പൊ ആ ചെവിക്കകത്ത് കാണുന്ന പാർട്സിലെ സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ, കോക്ലിയ, അതൊക്കെ പഠിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള അത് അവിടെ പിക്ചറിനകത്തുണ്ട്. ഓക്കെ, ഇത് നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഒന്ന് വേർതിരിക്കണം. ഏതൊക്കെയാണ് കേൾവിക്ക് സഹായിക്കുന്നത്, ഏതൊക്കെയാണ് ബോഡി ബാലൻസ് സഹായിക്കാന്നുള്ളത് ഒന്ന് കളർ മാറ്റുന്നുണ്ട്. ഓക്കെ, കേൾവിക്ക് സഹായിക്കാൻ, കേൾക്കാൻ സഹായിക്കാൻ, കേൾവി, കോക്ലിയ. കേൾക്കാൻ സഹായിക്കുന്ന പാർട്ടാണ് കോക്ലിയ. കേൾക്കാൻ സഹായിക്കുന്ന പാർട്ടാണ് കോക്ലിയ. കോക്ലിയ അതൊരു പ്രാസങ്ങൾ പഠിച്ചത് അല്ലെ. കേൾക്കാൻ സഹായിക്കുന്ന പാർട്ടാണ് കോക്ലിയ. കോക്ലിയന്ന്
ഉള്ള ആ ഒരു ഇമ്പൾസുകളെയൊക്കെ നമ്മുടെ ബ്രെയിനകത്തേക്ക് എത്തിക്കുന്ന നെർവാണ് ഓഡിറ്ററി നെർവ്. ആരൊക്കെ ഒരു പേര്? കോക്ലിയയും ഓഡിറ്ററി നെർവാണ് കേൾക്കാൻ സഹായിക്കുന്ന പാർട്സ്. എന്നാൽ ബാക്കി പാർട്സ് ഏതൊക്കെയാണ്? വെസ്റ്റിബ്യൂൾ, ദെൻ സെമി സർക്കുലർ കനാൽസ്, ദെൻ വെസ്റ്റിബുലാർ നെർവ്. ഇത് രണ്ടും എന്തിനുള്ളതാണ്? നമ്മുടെ ബോഡി ബാലൻസ് സഹായിക്കാനുള്ളതാണ്. അപ്പൊ വെസ്റ്റിബ്യൂൾ ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റിബുലാർ നെർവ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് വെച്ചാലേ ഇവിടെ ഒരു ഈ പാർട്ട് കണ്ടോ നിങ്ങള്? മൂന്നിങ്ങനെ സെമി സർക്കുലാർ കനാൽസ്, മൂന്നെണ്ണം ഉണ്ട്. ആ മൂന്നെണ്ണത്തിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടില്ലേ, പഠിക്കാനുണ്ട് നമുക്ക്. സെമി സർക്കുലാർ കനാൽസ്, ഈ മൂന്നെണ്ണമാണ് ബോഡി ബാലൻസ് സഹായിക്കുന്നത്. ഇനി വേറൊരു വിരോധാഭാസം എന്ന് വെച്ചാല് നോക്കൂ, ഓഡിറ്ററി നെർവ് എന്നുള്ള ഇമ്പൾസുകളൊക്കെ കേൾക്കാൻ സഹായിക്കുന്ന ഇമ്പൾസുകൾ സെറിബ്രത്തിലേക്കാണ് എത്തുക. സെറിബ്രം, കാരണം കേൾവിക്ക് സെൻസേഷൻ സഹായിക്കുന്ന ബ്രെയിനിന്റെ പാർട്ടാണ് സെറിബ്രം. അതുകൊണ്ട് തന്നെ കോക്ലിയിൽ നിന്നുള്ള ഇമ്പൾസുകളെ ഓഡിറ്ററി നെർവ് എവിടെ എത്തിക്കുന്നു? സെറിബ്രത്തിലേക്ക് എത്തിക്കുന്നു. എന്നാൽ ഈ വെസ്റ്റിബ്യൂളും സെമി സർക്കുലർ കനാൽസും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഇമ്പൾസിനെ വെസ്റ്റിബുലാർ നെർവ് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന സെറിബെല്ലത്തിലേക്കാണ് എത്തിക്കുക. ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന സെറിബെല്ലത്തിലേക്കാണ് വെസ്റ്റിബുലാർ നെർവ് ഇമ്പൾസുകളെയൊക്കെ എത്തിക്കുക. ഈ കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ ഈ ഒരു ഒച്ചിന്റെ ആകൃതിയിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചറാണ് കോക്ലിയ. ഈ കോക്ലിയയുടെ സ്ട്രക്ചറിനെ ഒന്ന് നിവർത്തി വെച്ചതാണ് ഈ കാണുന്നത്. നോക്കി, കോക്ലിയയുടെ സ്ട്രക്ചറിന് ഇത് ഇന്നർ ഇയർ, കോക്ലിയ ഹിയറിംഗ് അല്ലെ, ഹിയറിംഗ് സഹായിക്കുന്ന ഇന്നർ ഇയറിൽ കാണപ്പെടുന്ന കോക്ലിയയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കോക്ലിയനെ ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട്. കോക്ലിയനെ ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. കോക്ലിയനെ നിവർത്തി വെച്ചിട്ടുണ്ട്. കോക്ലിയക്കകത്ത് 3 ചേമ്പേഴ്സ് ഉണ്ട്. ചേമ്പർ നമ്പർ 1 അപ്പർ ചേമ്പർ, ചേമ്പർ നമ്പർ 2 മിഡിൽ ചേമ്പർ, ചേമ്പർ നമ്പർ 3 ദെൻ ലോവർ ചേമ്പർ അല്ലെ. മുകളിലത്തെ അറ, മധ്യ അറ, താഴത്തെ അറ. കോക്ലിയക്കകത്ത് 3 ചേമ്പേഴ്സ് ഉണ്ട്, 3 അറകളുണ്ട്. മുകളിലത്തെ അറ, മധ്യ അറ, താഴത്തെ അറ. ഓക്കെ, അപ്പൊ 3 ചേമ്പേഴ്സ് ആർ ദർ, അപ്പർ ചേമ്പർ, മിഡിൽ ചേമ്പർ ആൻഡ് ലോവർ ചേമ്പർ. അപ്പൊ ഈ കോക്ലിയയുടെ സ്ട്രക്ചർ നമ്മൾ നിവർത്തി വെച്ചു. ഓക്കെ, ദെൻ ഇവിടെ ടിപ്പ് ഓഫ് ദി കോക്ലിയ, കോക്ലിയ ഇങ്ങനെ ചുരുണ്ട് വരുമ്പോൾ ഒരു ടിപ്പ് ഉണ്ടായിരിക്കില്ല, ടിപ്പ് ഓഫ് ദി കോക്ലിയ. ദെൻ നമുക്കിവിടെ നോക്കാനുള്ളത് 2 തരത്തിലുള്ള ഫ്ലൂയിഡുകൾ, 2 തരത്തിലുള്ള ദ്രവങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ചെവിയിൽ കാണപ്പെടുന്നുണ്ട്. കണ്ണിനകത്ത് നമ്മൾ എന്ത് പഠിച്ചു? വിട്രിയസ് ഫ്ലൂയിഡും ആക്വസ് ഫ്ലൂയിഡും പഠിച്ചു അല്ലെ. അതേപോലെ തന്നെ ചെവിക്കകത്ത് 2 തരത്തിലുള്ള ഫ്ലൂയിഡ്സ് ഉണ്ട്. ദേ ആർ പെരിലിംഫ് ആൻഡ് എൻഡോലിംഫ്. പെരിലിംഫ് ആൻഡ് ദി എൻഡോലിംഫ്. നമുക്ക് ഓരോന്നും നോക്കാം. എങ്ങനെയാണ് സെൻസ് ഓഫ് ഹിയറിംഗ്, നമുക്ക് എങ്ങനെയാണ് ഈ കേൾക്കാൻ സഹായിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിന് ബാക്കിലുള്ള മെക്കാനിസം പഠിച്ചു വെക്കാം നമുക്ക്. സെൻസ് ഓഫ് ഹിയറിംഗ്, സൗണ്ട് വേവ്സ് വൈബ്രേറ്റ് ദി ടിംബാനം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് വേവ്സിനെ ടിംബാനം ടിംബാനത്തെ സൗണ്ട് വേവ്സ് വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്. From there the vibration pass to the ear ossicles and then vibrates the oval window. ഇത് പറഞ്ഞ കാര്യം തന്നെയാണ്. ടിംബാനം വൈബ്രേറ്റ് ചെയ്താൽ തൊട്ടടുത്ത ഭാഗമായിട്ടുള്ള ആ വൈബ്രേഷൻസ് എങ്ങോട്ട് പോകുന്നു? ഇയർ ഓസിക്കിൾസിലേക്ക് പോകുന്നു. ഇപ്പൊ നമ്പർ 2 ഇയർ ഓസിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ആദ്യം വൈബ്രേറ്റ് ചെയ്യുക ടിംബാനമാണ്, കർണപടമാണ്. ടിംബാനത്തിലുള്ള വൈബ്രേഷൻസ് പിന്നെ എവിടെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു? ഇയർ ഓസിക്കിൾസിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. ഇയർ ഓസിക്കിൾസിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. ആ വൈബ്രേഷൻസ് പിന്നെ പോവുക ഓവൽ വിൻഡോയിലേക്കാണ്. അപ്പൊ എന്താണ് ഓവൽ വിൻഡോ? തൊട്ട് മുന്നത്തെ പിക്ചറിനകത്ത് കണ്ട് നോക്കാം നമുക്ക്. എന്താണ് ഓവൽ വിൻഡോ? ഇവിടെ നോക്കൂ, 2 തരം വിൻഡോകളുണ്ട്, ഓവൽ വിൻഡോ ആൻഡ് റൗണ്ട് വിൻഡോ. അപ്പൊ നമ്മുടെ ഇയർ ഓസിക്കിൾസ് കഴിഞ്ഞാലുള്ള അടുത്ത പാർട്ട് മിഡിൽ ഇയറിലേക്ക്, ഈ മിഡിൽ ഇയറിൽ നിന്ന് ഇന്നർ ഇയറിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് ഓവൽ വിൻഡോ. അപ്പൊ എങ്ങനെയാണ് വൈബ്രേഷൻസിന്റെ ഒഴുക്കുണ്ടാവുക? ആദ്യം ഇവിടെ എഴുതി നോക്കാം. ആദ്യം നമ്മുടെ ഇയർ പിന്നയിൽ നിന്ന് ഓഡിറ്ററി കനാൽ, അവിടുന്ന് ടിംബാനം, അവിടുന്ന് ഇയർ ഓസിക്കിൾസ്, അവിടുന്ന് നമ്മുടെ ഓവൽ വിൻഡോ. അപ്പൊ ആ വൈബ്രേഷൻസിന്റെ ആ ഒഴുക്കൊന്ന് നമ്മൾ നോക്കി വെക്കണം. വൈബ്രേറ്റ്സ് ടിംബാനം. ആദ്യം ടിംബാനം വൈബ്രേറ്റ് ചെയ്യുന്നു. തൊട്ട് മുന്നേ ഉള്ള പിന്നെയും കനാലിലൂടെ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ,
പറയുമ്പോൾ അതെല്ലാം പറയണം കേട്ടോ. ആദ്യം ഇയർ പിന്നെയാണ്, ചെവിക്കൂടിയാണ് നമ്മളെ സൗണ്ട് വേവ്സിനൊക്കെ കളക്ട് ചെയ്യുക. അത് ഓഡിറ്ററി കനാലിലേക്ക് പോകുന്നു, ടിംബാനത്തിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു, ടിംബാനത്തിൽ നിന്ന് പിന്നെ ഇയർ ഓസിക്കിൾസിലേക്ക് എത്തുന്നു, ഇയർ ഓസിക്കിൾസ് നിന്ന് ഓവൽ വിൻഡോനെ വൈബ്രേറ്റ് ചെയ്യുന്നു. ദെൻ ദി സ്ട്രക്ചർ ഓഫ് ദി ഓവൽ വിൻഡോ ഈസ് ഓൾസോ സിമിലർ ദാറ്റ് ഓഫ് ടിംബാനം. ടിംബാനത്തിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പാട പോലുള്ള സ്ട്രക്ചറാണ് ആർക്കുള്ളത്? ഓവൽ വിൻഡോയ്ക്കുള്ളത്. ഓക്കെ. Then the cochlea having the shape of a snail shell has 3 chambers. ഒച്ചിന്റെ ആകൃതിയിലുള്ള കോക്ലിയക്കകത്ത് 3 chambers ഉണ്ട്. Then oval window is the membrane that covers the opening towards the upper chamber. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് എക്സ്റ്റേണൽ ഇയർ ടിംബാനത്തിൽ അവസാനിച്ചു, ടിംബാനത്തിൽ നിന്ന് ഇയർ ഓസിക്കിൾസിലേക്ക് എത്തി, ഇയർ ഓസിക്കിൾസിൽ നിന്ന് അതായത് മിഡിൽ ഇയറിൽ നിന്ന് ഇനി പോകാനുള്ളത് ഇന്നർ ഇയറിലേക്കാണ്. അപ്പോൾ ഇന്നർ ഇയറിനെയും മിഡിൽ ഇയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന അവിടെ ഒരു വിൻഡോ ആണ് ഓവൽ വിൻഡോ. ആ ഓവൽ വിൻഡോ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോട്ടാണ് കോക്ലിയന്റെ 3 ചേമ്പേഴ്സിലെ അപ്പർ ചേമ്പറിനകത്തേക്കാണ് ഓവൽ വിൻഡോ ഓപ്പൺ ചെയ്യുക. കാരണം എന്താ, നമ്മുടെ ഈ ഒരു മിഡിൽ ഇയർ കഴിഞ്ഞു, മിഡിൽ ഇയറിന് അടുത്ത് പോകാനുള്ളത് ഇന്നർ ഇയറിലേക്കാണ്. ഇന്നർ ഇയറിലെ മെയിൻ പാർട്ടാണ് കോക്ലിയ. കോക്ലിയക്ക് 3 ചേമ്പർ ഉണ്ട്, 3 ചേമ്പറിലെ അപ്പർ ചേമ്പറിനെയാണ് ഈ ഓവൽ വിൻഡോ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ദി അപ്പർ ആൻഡ് ലോവർ ചേമ്പർ ആർ ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് കോൾഡ് പെരിലിംഫ് ആൻഡ് ദി മിഡിൽ ചേമ്പർ ഇസ് ഫിൽഡ് വിത്ത് എൻഡോലിംഫ്. അവിടെ നോക്കോളൂ, ഇതാണ് നമ്മുടെ കോക്ലിയയുടെ 3 ചേമ്പറുകൾ. ഇതാ അപ്പർ ചേമ്പർ, മിഡിൽ ചേമ്പർ, ലോവർ ചേമ്പർ. അപ്പർ ചേമ്പർ, മിഡിൽ ചേമ്പർ, ലോവർ ചേമ്പർ. ഈ 3 ചേമ്പറിനകത്തും ഒരു ഫ്ലൂയിഡ്സ് ഉണ്ട്. ഏതൊക്കെ ഫ്ലൂയിഡ്സ് നോക്കൂ? അപ്പർ ആൻഡ് ലോവർ, മുകളിലത്തെയും അതുപോലെ തന്നെ താഴത്തെയും ചേമ്പറിനകത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് പെരിലിംഫ്. ആൻഡ് ദി മിഡിൽ ചേമ്പർ ഫിൽഡ് വിത്ത് എൻഡോലിംഫ്. PEP, പെപ് നാടിച്ച് പെപ്, അതായത് പുറത്തുള്ള ഈ രണ്ടെണ്ണം പുറത്താണ്. ഈ പുറത്തുള്ള ഈ രണ്ടെണ്ണത്തിനകത്ത് പെരിലിംഫും അകത്തുള്ളതിനകത്ത് എൻഡോലിംഫാണ്. ഓക്കെ, അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. പെരി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നിർത്തുന്നുണ്ട്, എൻഡ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് നിർത്തുക. അകത്തുള്ള മിഡിൽ ചേമ്പറിനകത്ത് എൻഡോലിംഫും പുറത്തേക്കുള്ള അപ്പർ ചേമ്പറിലും ലോവർ ചേമ്പറിലും പെരിലിംഫും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ആ ചേമ്പറുകളും മനസ്സിലായി, ചേമ്പറിനകത്തുള്ള ഫ്ലൂയിഡ്സും മനസ്സിലായി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളിപ്പോൾ കണ്ണിലെ റെറ്റിന പഠിച്ചു, റെറ്റിന, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർട്ടാണ് ദി ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടി where the auditory receptors are present, അല്ലെ? ഓർഗൻ ഓഫ് കോർട്ടി, അതായത് നമ്മുടെ ഈ മിഡിൽ ചേമ്പറിന്റെയും ലോവർ ചേമ്പറിന്റെയും ഇടയിലുള്ള ഈ മെംബ്രെയിന്റെ പേരാണ് ബേസിലാർ മെംബ്രെയിൻ. ഞാൻ കളർ ഒന്ന് മാറ്റാം. ഈ ഒരു മെംബ്രെയിൻ ആണ് ബേസിലാർ മെംബ്രെയിൻ. അതായത് മിഡിൽ ചേമ്പറിന്റെയും ലോവർ ചേമ്പറിന്റെയും ഇടയിൽ കാണപ്പെടുന്ന ഈ മെംബ്രെയിൻ ആണ് ബേസിലാർ മെംബ്രെയിൻ. ആ ബേസിലാർ മെംബ്രെയിൻ്റെ മുകളിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള സെൽസ് ആണ് ഓർഗൻ ഓഫ് കോർട്ടി. ആ ഓർഗൻ ഓഫ് കോർട്ടിക്ക് അകത്താണ്, ഇവിടെയാണ് ഓർഗൻ ഓഫ് കോർട്ടി. ഈ ഓർഗൻ ഓഫ് കോർട്ടിക്ക് അകത്താണ് നമ്മുടെ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ കണ്ണിന്റെ കേസിലാണെങ്കിൽ റെറ്റിനയ്ക്ക് അകത്താണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കോക്ലിയന്റെ 3 ചേമ്പറിലെ നടുവിലത്തെ ചേമ്പറിന്റെയും താഴത്തെ ചേമ്പറിന്റെയും ഇടയിൽ കാണപ്പെടുന്ന ബേസിലാർ സ്ഥലം അഥവാ ബേസിലാർ മെംബ്രെയിന്റെ മുകളിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ ഓർഗൻ ആണ് ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടിക്ക് അകത്താണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്. നോക്കൂ, ദി ഓർഗൻ ഓഫ് കോർട്ടി where the auditory receptors are present is situated in the basilar membrane between the middle and the lower chamber. Okay, the vibrations that reach the hair cells present there generate impulses. ഇവിടേക്ക് എത്തുന്ന, ഇവിടെ കുറച്ച് സ്പെഷ്യൽ സെൻസറി ഹെയർ സെൽസ് കാണപ്പെടുന്നുണ്ട് ഈ ഓർഗൻ ഓഫ് കോർട്ടിൽ. ഓർഗൻ ഓഫ് കോർട്ടിക്ക് അകത്ത് കാണപ്പെടുന്ന സ്പെഷ്യൽ സെൻസറി ഹെയർ സെൽസിനെ ആ വരുന്ന വൈബ്രേഷൻസ് എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. These impulses reach brain through auditory nerve resulting in the sense of hearing. എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് വരുന്ന ഈ ഒരു ഇമ്പൾസുകളെ ഓഡിറ്ററി നെർവ് എവിടെ എത്തിക്കുന്നു? ബ്രെയിനിൽ എത്തിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു സെൻസ് ഓഫ് ഹിയറിംഗ് ഉണ്ടാവുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെൻസ് ഓഫ് ഹിയറിംഗ്. അപ്പൊ അത് സഹായിക്കുന്ന ആൾക്കാരൊക്കെ പണ്ടു നമ്മളല്ലേ. ഓക്കെ,
നമുക്കിനി ഈ ഒരു ഫ്ലോ ചാർട്ട് കൂടി എഴുതാം. ഇയർ പിന്നയിൽ നിന്നും എത്തുന്നത് എങ്ങോട്ടാണ്? ഇയർ പിന്നിൽ നിന്നും ഇയർ കനാൽ അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ. ഓഡിറ്ററി കനാൽ പിന്നെ ടിംപാനം. അപ്പൊ ഇത്ര ഒരു പാർട്ട്, ഈ ഒരു ബ്ലാക്ക് കളർ ഞാൻ ഈ കാണിച്ച പാർട്ടാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇയർ, ഔട്ടർ ഇയർ ബാഹ്യകർണം. ഞാൻ കളർ ഒന്ന് മാറ്റാം. ഇവിടെ മുതൽ മാലിയസ് മുതൽ മാലിയസ്, ഈ ഒരു മാലിയസ് മുതൽ മാലിയസ് ഇംഗസ് സ്റ്റേപ്പിസ്, മാലിയസ് ഇംഗസ് സ്റ്റേപ്പിസ്, ഇത്രയുമാണ് നമ്മുടെ എന്ത്, നമ്മുടെ മിഡിൽ ഇയർ. ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഇന്നർ ഇയർ. ഓവൽ വിൻഡോ ഉണ്ട്. ഓവൽ വിൻഡോയിൽ പിന്നെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ കോക്ലിയ പറയാം. ഓവൽ വിൻഡോയില് കോക്ലിയ. പിന്നെ ബേസിലർ മെംബ്രെയിൻ, ഓർഗൻ ഓഫ് കാർട്ടി, ഇമ്പൾസ് ഇൻ ദ ഒപ്റ്റിക് നെർവ് എവിടെ എത്തുന്നു? സെറിബ്രത്തിലെത്തുന്നു. നമ്മുടെ കേൾവി എന്ന അനുഭവം അവിടെ സാധ്യമാവാണ്. കേൾവി. ഓക്കെ, നമുക്ക് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ് കുറച്ച് ലെങ്ത് ആയില്ലേ? ഇനി നാളെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.